പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ ബൽറാം മട്ടന്നൂർ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. ജയരാജന്റെ സംവിധാനത്തിൽ 1997 പ്രദർശനത്തിനെത്തിയ കളിയാട്ടമാണ് തിരക്കഥ എഴുതിയതിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ചിത്രം. സ്കൂൾ പഠനകാലത്ത് തന്നെ സാഹിത്യത്തോട് താൽപര്യം പ്രകടിപ്പിച്ച ബൽറാം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ നോവൽ എഴുതിയത്. ഗ്രാമം എന്നായിരുന്നു ഇതിന്റെ പേര്. എന്നാൽ 20ാം വയസ്സിലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുക്കിയ തിരക്കഥയായിരുന്നു കളിയാട്ടത്തിന്റേത്. സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ച കളിയാട്ടത്തിന് പുറമെ കർമ്മയോഗി, സമവാക്യം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും, അന്യലോകം തുടങ്ങിയ സിനിമകളുടെയും തിരക്കഥാകൃത്താണ് ബൽറാം മട്ടന്നൂർ. തിരക്കഥാകൃത്ത് എന്നതിന് പുറമെ ഒട്ടേറെ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. മുയൽ ഗ്രാമം, രവി ഭഗവാൻ, കാട്ടിലൂടെ, നാട്ടിലൂടെ, പാവപ്പെട്ട കഥ, ജീവിതം പൂങ്കാവനം, അനന്തം, കാശി തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ജീവിതം പൂങ്കാവനം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം നാറാത്തുള്ള മിഥിലയിൽ വെച്ച് സുരേഷ് ഗോപിയും, കാശി എന്ന നോവലിന്റെ പ്രകാശനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും, അന്യലോകം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം സിനിമാ സംവിധായകൻ ജയരാജും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ചേർന്നാണ് നിർവഹിച്ചത്. പരേതരായ CH പത്മനാഭൻ നമ്പ്യാരുടെയും CM ജാനകി അമ്മയുടെയും മകനാണ്. KN സൗമ്യയാണ് ഭാര്യ. ഗായത്രി ബൽറാം മകളാണ്. ജയറാം, ശൈലജ, ഭാർഗവറാം, ലതീഷ് എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുല്ലൂപ്പി സമുദായ ശ്മശാനത്തിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.